ചിലപ്പോ ഒരു അമിതവ്യയത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇസ്രാഫ്, മുസ്ലിം അനങ്ങിയാൽ ഒരു പ്രശ്നമാണ്. ശരിക്കും അവിടെ ചില അവ്യക്തതകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാം. ചിലപ്പോ ചില പ്രഭാഷണങ്ങളൊക്കെ ഇസ്രാഫിനെ കുറിച്ച് കേൾക്കുമ്പോൾ ശരിയൊന്നു, ഇസ്രാഫ് ആരാണ്, മുസ്ലിം എന്താണ്, അതിന്റെ ഭാഷാർത്ഥം ഏതാണ്, ഫുഖഹാഇന്റെ വീക്ഷണം എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെയുള്ള ചില പ്രഭാഷണങ്ങൾ പലപ്പോഴും പരിശുദ്ധ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയായിത്തീരുന്നു. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നാളെ കോഴിക്കോട്ട് കുറച്ച് പെണ്ണുങ്ങൾ യോഗം കൂടിയിട്ട് പറഞ്ഞു, ആഭരണങ്ങൾ ധരിക്കരുത്, അത് ഇസ്രാഫിൽപ്പെട്ടാൽ. സ്ത്രീകൾക്ക് അല്ലാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെ ഹറാമാക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പരിശുദ്ധ ഖുർആൻ ഇസ്രാഫിനെ സംബന്ധിച്ച് നമ്മളെ വളരെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സയ്യിദുന അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നാവുകൊണ്ട് നമ്മളെങ്ങനെ ജീവിക്കണമെന്നും നമ്മളുടെ എല്ലാ അവസ്ഥകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ അതൊക്കെയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിക്കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതക്രമമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹാപണ്ഡിത സംഘടന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെയും ജീവിച്ചിരിക്കുന്നത്. കടൽ പോലെയുള്ള മഹാപണ്ഡിതന്മാർ, ആത്മജ്ഞാനത്തിന്റെ നിറകുടങ്ങളായ മഹാപണ്ഡിതന്മാർ, അവർ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ജീവിതക്രമമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു അനുഗ്രഹമായി നൽകിയ മറ്റൊരു കാര്യം. വലിയ കിതാബും കൂടിയിട്ടില്ലെങ്കിലും ആലിമീങ്ങളെ കണ്ട് ജീവിച്ചവരാണ് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഒളു ചെയ്യുന്നിടത്തും കുളിക്കുന്നിടത്തും നടക്കുന്നിടത്തൊക്കെ ആ പഴയ സമൂഹം മഹാന്മാരായ പണ്ഡിതന്മാരെ നിരുപാധികം പിൻപറ്റിയവരാണ്. അല്ല, വിവാഹത്തിലും അതാണ്, നിക്കാഹിലും അതാണ്, വേഷത്തിലും അതാണ്, മറ്റുള്ള കാര്യങ്ങളിലും അതാണ്. ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ നാട്ടുകളിലെ മേഖലയിൽ ഏകദേശം 1000-ഓളം വീടുണ്ടാവും. എന്റെ കഥയിലെ 500-ഓളം വീടുകളിന്റെ നാട്ടാതികൾ വരും. ഞാൻ തൊട്ടടുത്ത മേഖലയിലാണ്, അവിടെയും ഏകദേശം 500 വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നടന്ന നമ്മുടെ കല്യാണങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1-2 വീടുകളിലെ കല്യാണമാണ് പരിധി വിട്ടു എന്നൊരു അഭിപ്രായം എന്നെ പോലത്തെ ആളുകൾക്കുണ്ട്. ആയിരക്കണക്കിന് വിവാഹങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, ലക്ഷക്കണക്കിന് നിക്കാഹികൾ ഈ മഹലിൽ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അതൊന്നും പരിധി വിട്ടെന്ന് ആർക്കും തോന്നുന്നില്ല. അത് നമ്മുടെ ഗ്രാമങ്ങളുടെ സുഹൃത്തമാണ്. ആരിഫ്യങ്ങളെയും എൽമിനെയും സ്വീകരിച്ചവർക്ക് ജീവിതത്തിൽ കൈവന്നു പോയൊരു അനുഗ്രഹമാണ്. എന്നാൽ പട്ടണങ്ങളിലേക്ക് പോയാലോ, അവിടെയൊക്കെ ബോധവൽക്കരണം വളരെ ആവശ്യമാണ്. ഒരു നിക്കാഹിന്റെ പേരിൽ ഒരു നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ കണ്ടാൽ സഹിക്കാൻ കഴിയില്ല. അവിടെ ഇത്തരം കാര്യങ്ങൾ വളരെ കുറവാ. പള്ളി ദർസില്ല, പള്ളി ദർസുമായി ബന്ധമില്ല, ഉസ്താദുമാരുമായി നാട്ടുകാർക്ക് ബന്ധമില്ല, അവർക്ക് മറ്റുള്ള ആളുകളുമായി പരിചയമില്ല. അതൊക്കെ വളരെ അപകടകരമായ പ്രവണതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഉലമാഇനെ മാറ്റി നിർത്തുക വഴി ദീനിനെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്. ഈ ഉലമാഇനെ സ്വീകരിക്കുക വഴി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് പരിശുദ്ധ ദീനിനെയാണ്. ആലിമീങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയാലോ, ആലിമീങ്ങളുമായുള്ള സഹവാസം ഉപേക്ഷിച്ചാലോ, ഉഹ്റവിയായ പണ്ഡിതന്മാരുമായി നമ്മുടെ മക്കളെ സഹവസിക്കാൻ അനുവദിക്കാതിരുന്നാലോ, അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നത് ദീനുമായുള്ള സഹവാസമാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഒരുപാട് സൗകര്യങ്ങൾ നൽകപ്പെട്ടവിടെ ഒരു ഗുണം കൂടി നാട്ടുകാർക്കുണ്ട്. എന്തായാലും കുറെ മുതാലിമീങ്ങളും കുറെ ആലിമീങ്ങളും ഈ നാട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ ദീനീ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ഉലമാക്കളുമായി വലിയ സഹവാസം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മുൻഗാമികളായ മഹാപണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല അവരുടെ പരിശുദ്ധമായ സ്വഭാവം. ഇങ്ങനെ പരിധി വിടലിനെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു,
യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ ബനി ആദമ, ഓ ആദമിന്റെ സന്തതികളെ, മനുഷ്യരെ. അത് ഓർമ്മപ്പെടുത്തലാണ്. യാ ബനി ആദം എന്ന അല്ലാഹു നമ്മളെ വിളിക്കുമ്പോഴേ നമ്മളുടെ ഭൂതകാലത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. അതെന്താണ്? കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. നിങ്ങൾ ആദമിൽ നിന്നുണ്ടായവരാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമോ മണ്ണിൽ നിന്നുണ്ടായവരാണ്. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യന്റെ ശുദ്ധീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ശരീരത്തെ ശുദ്ധി ചെയ്താൽ അതിന്റെ മണ്ണിന്റെ സ്വഭാവമാണ്. മണ്ണിനെ ശുദ്ധീകരിച്ചാലോ അതിന് പിന്നീട് വെള്ളത്തിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ട്? മണ്ണിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിൻ്റെതാണ്. അത് വീണ്ടും ശുദ്ധീകരണത്തിന് വിധേയമാക്കുമ്പോഴോ അതിന് തെയ്യിന്റെ സ്വഭാവമാണ്. തെയ്യിനെ വീണ്ടും ശുദ്ധീകരിച്ചാലോ അതിന് പ്രകാശത്തിന്റെ സ്വഭാവമാണ്. മനുഷ്യനെ തന്നെ ശുദ്ധീകരണത്തിന് വിധേയമാക്കിയാൽ മനുഷ്യൻ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അതിന് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യാ ബനി ആദം എന്നൊരു സംബോധന വരുന്നത്. ഓ മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ നിസ്കരിക്കുന്ന എല്ലാ സമയത്തും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാര് ഒരു കീറിയ തുണി, മണുള്ള കുപ്പായക്കൊന്നും വരരുത്. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അതിനൊരു പശ്ചാത്തലം മക്ക മുശ്രിക്കീങ്ങൾക്ക് നമ്മളെവിടെയുള്ള ചില ആളുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ആചാരം നിലവിലുണ്ടായിരുന്നു. അവര് ചില ആളുകൾ, പുരുഷന്മാർ പരസ്യമായി തവാഫ് ചെയ്തിരുന്നു. പകലിൽ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്തിരുന്നു. നഗ്നരായ പുരുഷന്മാരും നഗ്നരായ സ്ത്രീകളും തവാഫ് നിർവഹിച്ചിരുന്നു പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും. പുരുഷന്മാർക്ക് പകൽ സമയവും സ്ത്രീകൾക്ക് രാത്രി സമയവുമായും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു മക്കത്ത് അക്കാലത്ത് ആചാരമുണ്ടായിരുന്നത്. ഉരിയാന്മാരായി, നഗ്നന്മാരായി, വസ്ത്രം ധരിക്കാത്തവരായി ആരാധനാക്രമങ്ങൾ നിർവഹിക്കപ്പെട്ടിരുന്ന ഒരു ഭൂതകാലം മക്കക്കാരുടെ ജീവിതക്രമത്തിലുണ്ടായിരുന്നു. അവരിലെ ഖുറൈശികളായ സമ്പന്നരും അതേപോലെ തന്നെ ആദ്യത്വമുള്ള ഖുറൈശി സ്ത്രീകൾ അവരുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തൊരു വസ്ത്രം തൂക്കിയിടുകയും അതുകൊണ്ട് അവരുടെ മാനിടങ്ങളെയും താഴ്ഭാഗങ്ങളെയും മറക്കുകയും ചെയ്തു. ഇതിനപ്പുറം വസ്ത്രം ധരിക്കുന്നത് കുറ്റമാണെന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു ശൈലി ഉപേക്ഷിക്കണമെന്നും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ആരാധനയ്ക്ക് വരേണ്ടതെന്നും പഠിപ്പിക്കാനാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതരിച്ചത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കണം. പലതരം ആചാരങ്ങളുള്ള സമൂഹമായിരുന്നു മക്ക മുശ്രിക്കീങ്ങളുടേത്. ആ കൂട്ടത്തിലെ ഒരു സ്വഭാവമായിരുന്നു ഇത്. അതേപോലെ തന്നെ പിന്നീട് ആരെന്ന് പറഞ്ഞു കുലൂ വശ്റബൂ. രണ്ടാമത്തെ സ്വഭാവം ഇവർക്ക് ഭക്ഷണം കഴിക്കില്ല എന്നതാണ്. വളരെ കുറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുക. അള്ളാഹു ഹലാലാക്കിയ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, അതൊന്നും അവർക്ക് പറ്റൂല. അതൊക്കെ കഴിക്കുന്നത് ആരാധനയ്ക്കും അള്ളാഹുവിലേക്ക് അടുക്കാനും തടസ്സമാണെന്ന് മനസ്സിലാക്കി കാര്യമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ ഒരു തരം വ്രതം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആ പ്രാചീന ആചാരങ്ങളെ ചില രീതിയിൽ കൊണ്ടുനടക്കുന്ന മതവിഭാഗങ്ങൾ ഇപ്പോഴുണ്ട്. ആ ഒരു രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിനും അവർ കുറവ് കാണിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, പാടില്ല, നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ പരിധി ലംഘിച്ച് ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ ഇസ്റാഫ് കാണിക്കരുത്. എന്തുകൊണ്ട്? ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹുവിനെ അധികം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടമല്ല. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് ഇസ്റാഫ് എന്ന് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്തും വസ്ത്രം ധരിക്കുന്നിടത്തൊക്കെയുള്ള ഇസ്റാഫ് അത് വളരെ ശ്രദ്ധിക്കുന്ന ശർഈ ഇല്ലാത്തൊരു കാര്യത്തിൽ ആരും വിമർശിക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം,
നമ്മുടെ നാട്ടിൽ കുറെ വിമർശിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ബഫേ, അല്ലെ? ബഫേ ഭക്ഷണം കഴിക്കുക. ശരിക്കും അത് എന്താ സാധനം? നിങ്ങള് ഇതപ്പോ ഇല്ലേ ഉണ്ടോ? ഇല്ലേ? ബഫേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാര്യമാണ്. ഇപ്പോഴും ബഫേ കഴിഞ്ഞിട്ട് ഞാനും മുതലും വരുന്നത്. ചോറ് കഴിക്കാൻ പോയ വീട്ടില് മീൻ പൊരിച്ചുണ്ട്, ഇറച്ചി പൊരിച്ചുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, നെയ്ച്ചോറുണ്ട്, പച്ചക്കറിയുണ്ട്, മീൻ മുളകിട്ടതുണ്ട്, പൊരിച്ചതുണ്ട്, ഒക്കെ ഉണ്ട്. അതിന് മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുന്നു. ഞങ്ങൾ ആവശ്യത്തിന് വിളമ്പി കഴിക്കുന്നു. ചില ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നു. ഇത്രയൊക്കെ പോണ് ബഹളുണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഞാൻ ഓപ്പൺ മനുഷ്യനാണ്, ഒരു മുൻപിലില്ലാത്ത സമീപിക്കുക. ബഫേയിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇതിന് മേശപ്പുറത്ത് വെക്കണില്ല, മേശപ്പുറത്ത് അകലെയാണ് വെക്കുന്നത്. ഇതൊരു സംഭവം വേറെ എന്തോ ഒക്കെ അവിടെ നടക്കുന്നത്. ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് പ്രസംഗിക്കലുണ്ട്. ചിന്തിച്ചു നോക്കി. തിരുത്തലുകൾ ആവശ്യങ്ങളെത്തി പറ്റൂ. ഇന്റർനാഷണൽ ലെവലിൽ 4 സ്റ്റാർ ഹോട്ടലിന്റെ മുകളിലുള്ള എല്ലാ ഹോട്ടലിലും 3 സ്റ്റാർ ഹോട്ടലിന്റെ മുകളിലുള്ള എല്ലാ ഹോട്ടലിലും ബഫേ. ഇപ്പൊ നിങ്ങൾ പോയിട്ട് താജ് റെസിഡൻസിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹോട്ടലിൽ ഭക്ഷണം കൊണ്ടത് വിളമ്പി തരുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോയി വിളമ്പി കഴിച്ചോണം. അത് പാശ്ചാത്യ ജീവിത ക്രമം. നമ്മുടെ പാന്റിനെ പോലെ, ജീൻസിനെ പോലെ, ടീഷർട്ടിനെ പോലെ, നമ്മുടെ കയ്യിലേക്കുള്ള പുതിയ മോഡൽ മൊബൈലിനെ പോലെ ഒരു പാശ്ചാത്യ ജീവിത ക്രമത്തിന്റെ ഭാഗമാണ് ബഫേ. കേരളത്തിൽ കോഴിക്കോട് മലബാറില് ആദ്യമായിട്ട് ബഫേ സമ്പ്രദായമുള്ള ഹോട്ടൽ വന്നത് കോഴിക്കോട് ഹൈസൺ ഹോട്ടലാണ്. ഞാനൊക്കെ ഒന്ന് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം 125 രൂപയാണ് ഒരു ചോറ്. 125 രൂപ ബില്ല് പേ ചെയ്താൽ ആവുന്നിടത്തോളം കഴിക്കാം. അവിടെ അങ്ങനെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുറെ തീറ്റപ്രിയരായ ആളുകൾ 125 രൂപ കൊടുത്ത് പോകാറുണ്ടായിരുന്നു. അല്പം കഴിക്കുന്ന ആളുകളെയും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വലിയൊരു വിമർശന വിധേയമാക്കി ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള കാര്യമൊന്നുമല്ല. കുറെയൊക്കെ ലോകത്തിന്റെ പുരോഗതി കണ്ടിട്ടുണ്ടെന്ന് വെക്കണം. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഒരു സൂഫി വര്യന്റെ ഒരൂസ് ആയതുകൊണ്ട് ഞാൻ പറയാം, അത് ട്രഡീഷണൽ ചിന്തയും ആധുനികമായ ജീവിതമാണ്. ഒരു മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയെ പിന്നിലേക്ക് അമിതമായി തള്ളുന്നതല്ല. മതിലൊക്കെ പൊളിച്ച് എല്ലാവരും നാളെ വേലി കെട്ടണമെന്ന് പറയുന്നില്ല. മേൽക്കൂലിയൊക്കെ ഒഴിവാക്കി നിങ്ങൾ നാളെ മുതൽ പുല്ല് കയറണമെന്ന് പറയാനില്ല. കേരളം കണ്ട സാഹിതീയങ്ങളുടെ തലവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രവാചക പ്രേമാധുരത്തിലെ എക്കാലത്തിനും പ്രിയപ്പെട്ട രാത്രി കുടിയമ്പോൾ മനുഷ്യർക്ക് ചെരിപ്പിട്ട് നടക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ പല്ലക്കിൽ യാത്ര ചെയ്തവരാണ്. അതൊരു ഇസ്രാഫല്ല. ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങൾ പാപ്പാനെ നമുക്ക് മറക്കാനാവില്ല. നാട്ടുകല്ല് മഖാമിലേക്ക് കടക്കുന്നതിന്റെ മുൻപ് ഈ പൊട്ടി വീണ് കിടക്കുന്ന കല്ല് അസീസിന്റെ ചരിത്രത്തെയും ഈ വഴികാറുകളിലൂടെ അവിടുന്ന് നടന്ന് സഞ്ചരിച്ച കഥകളെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് മനുഷ്യൻ ചെരുപ്പിട്ട് നടക്കാൻ അവകാശമില്ലാത്ത കാലത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ആളുകളുടെ കയ്യിൽ കലാലയില്ലാത്ത കാലത്ത് തങ്ങളുടെ കയ്യിൽ പീരങ്കിയുണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ തസവ്വുഫിനല്ല, ഭംഗിയായി വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല മനോഹരമായ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ഖുതുബുസ്സമാൻ അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ജീവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഇസ്റാഫായി പറയുമ്പോൾ അതിന് ഉലമാക്കൾ വെച്ച പരിധി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്റാഫിന് കൊടുത്ത നിർണയം, അവിടുന്ന് കൊടുത്ത നിർവചനം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ദേഷ്യം വരുന്ന, അള്ളാഹുവിന്റെ കോപം വരുന്നൊരു കാര്യത്തിന് 1 ദിർഹമാണ് ചെലവഴിച്ചതെങ്കിൽ അത് ഇസ്റാഫാണ്. അള്ളാഹുവിന്റെ കോപത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടത്. അള്ളാഹു ദേഷ്യം വരുന്ന രീതിയിൽ ചെലവാക്കിയത് 1 ദിർഹമാണെങ്കിലും അത് അമിതവ്യയമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വലൗ കാന അബൂ ഖുബൈസ് ദഹബൻ ഫഅൻഫഖഹു റജുലുൻ ഫീ തഅതില്ലാഹി തആല ലം യകുൻ മുസ്രിഫൻ. ബഹുമാനപ്പെട്ട
താബിഈകളിലെ പ്രമുഖനായ ശൈഖ് മുജാഹിദ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവന്മാരിൽപ്പെട്ടവരാണ്. അവിടുന്ന് ഇസ്രാഫിൽ കൊടുത്ത ന്യായം ലൗ കാന അബൂ ഖുബൈസ് ദഹബൻ ജബൽ അബൂ ഖുബൈസ്, മക്കത്ത് വെച്ച് കാണുന്നതിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് ജബൽ അബൂ ഖുബൈസ്. ജബൽ അബൂ ഖുബൈസ് വലിയ സ്വർണ്ണമാവുകയും അതൊരു മനുഷ്യന് ലഭ്യമാവുകയും അത് മുഴുവനും അവൻ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്താൽ ഒരിക്കലും അവൻ പരിധി ലംഘിച്ചവനാവുകയില്ല. لو كان أبو قبيس ذهبا فأنفقه رجل في طاعة الله إنه لم يكن مسرفا ولو أنفق درهما في معصية الله كان مسرفا ولو أنفق منشا ചെലവഴിച്ചു درهما في معصية الله അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്നതിൽ അല്ലാഹുവിനെ എതിര് ചെയ്യുന്നതിൽ ഒരു ദിർഹമിനെ ചെലവഴിച്ചാൽ ആ ദൃഹം ചെലവഴിച്ചവൻ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത മുസ്രിഫീങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോകും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റൂസിന് വേണ്ടി അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി ആദരിക്കാൻ വേണ്ടി ചോറ് വെക്കുന്നതോ കൊടുക്കുന്നതോ ഇതൊന്നും പട്ടിണി മാറ്റാനല്ല. അങ്ങനെയൊക്കെ ചില തോന്നലുണ്ട്. കല്യാണത്തിന് ഭക്ഷണം കൊടുത്തത് പട്ടിണി മാറ്റാനാ? വേറെ സാധന, ഇത് വലീമത്താണ്. ഭക്ഷണം കഴിക്കണമൊക്കെ പട്ടിണി മാറ്റാനാ? അങ്ങനെയല്ല, ഇത് ബറക്കത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. എത്രായിരം ചാക്ക് അരിയാണോ നമുക്ക് വെക്കാൻ കഴിയുന്നത്, അത് വെച്ചു കൊടുക്കുന്നത് താഴത്തിൽ പണം ചെലവഴിക്കാനാണ്, അല്ലാഹുവിന്റെ തൃപ്തിയിൽ പണം ചെലവഴിക്കാനാണ്. ഒരാളെടുത്ത് 10 ലക്ഷം ചാക്ക് അരി വെക്കാൻ കാശുണ്ടായി, അയാൾ ഇവിടെ കൊണ്ടുവന്നു, നമ്മളെ മാഷ ഏൽപ്പിച്ചു, എന്നിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കുക. അത് ഇസ്രാഫല്ല. നേരെ മറിച്ച് ഒരാൾ തൊട്ടപ്പുറത്തൊരു നാടകം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാൻഡ് മേളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം നടക്കുന്നുണ്ട്, അതിന് 10 രൂപ കൊടുത്താൽ അത് ഇസ്രാഫാകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇസ്രാഫിന്റെ പരിധി അതാണ്. എന്തേ പറഞ്ഞോ? ഇല്ലല്ലോ. ഇസ്രാഫ് എന്താ? ഒരു ദൃഹമായ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ പണത്തെ നമ്മൾ ഉപയോഗിക്കണം. നേർച്ചയ്ക്ക് വേണ്ടി നോട്ടീസ് ഒട്ടിക്കുന്നതോ, നബിദിനത്തിന് പോസ്റ്റർ ഒട്ടിക്കുന്നതോ, നബിദിനത്തിന് ചോറ് കൊടുക്കണതോ, കഞ്ഞി കൊടുക്കണതോ, അതൊന്നും ഇസ്രാഫിന്റെ പരിധിയിൽ വരില്ല. ജബൽ അബീ ഖുബൈസിന്റെ അത്ര സ്വർണ്ണണ്ടായി, അതൊക്കെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ പരിധിയില്ല. അതേപോലെ വിവാഹം, പരിശുദ്ധ ശറഅ് വിവാഹത്തിന് പരിധി വെച്ചിട്ടുണ്ട്, നിക്കാഹിന് പരിധി വെച്ചിട്ടുണ്ട്, വലീമത്തിന് പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിയുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെ? ഫത്ഹുൽ മുഈനടക്കം എങ്ങനെയാണ് വലീമത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കല്യാണം 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ നടത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ചില ആളുകൾ പഴുത്തൊരു വിമർശനം കൊണ്ടുവന്നിരുന്നു, പാണക്കാട്ടെ കല്യാണം 2-3 ദിവസം ഉണ്ട്, പാണക്കാട്ടെ കല്യാണം 40 ദിവസം നടത്തിയാലും ആൾ തീരുന്ന. പിന്നെ ഓരോ നിർത്തി ചെയ്യാൻ പറ്റില്ല, ആൾക്കാർക്ക് തിന്നു നിൽക്കാൻ പറ്റില്ല. കാരണം അത് കേരള മുസ്ലിം ലീഗിന്റെ ആസ്ഥാനമാണ്. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ്സ് നൽകുമാറാണ്. നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കുടുംബങ്ങളെയും ജീവിതത്തെയും മറന്ന് സുന്നത്ത് ജമാഅത്തിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും പൊതുവായ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. മശായിഖന്മാര് അഭിഷേകമായി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പരിധി ഞാൻ തീർത്ത് പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ സുന്നികളെ പള്ളിയിൽ വരുന്നത്, സുന്നികളെ കുത്തുബ കേൾക്കുന്ന, സുന്നികൾ പങ്കെടുക്കുന്ന നിക്കാഹിൽ പങ്കെടുക്കുന്ന, നമ്മുടെ മഹല്ലിലുള്ള പരിസര മഹല്ലുകളിലൊന്നും വിമർശിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ആർഭാടങ്ങളൊന്നും ആരും നിക്കാഹിലോ വിവാഹത്തിലോ കാണുന്നില്ല. പിന്നെ കുറച്ച് ഒഴിവാക്കണം. അതെന്താ? ഈ കാര്യമില്ലാത്തന്നെ ഊർജം കൊടുത്തതാണ് കാര്യമില്ല, ആവശ്യമില്ലാതെ. പിന്നെ രാത്രി ഒരു കൊട്ടും പാട്ടും എന്തിനാണത്? അതൊരു മാന്യന്മാർക്ക് യോജിച്ച പരിപാടിയൊന്നുമല്ലല്ലോ. ഇതൊന്നും നിങ്ങളെ വീട്ടിൽ ഒരു മോളെ കല്യാണമാണ്, ഒരു സ്റ്റേജ് ഇങ്ങനെ കെട്ടുക, പിന്നെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും പാട്ടുകാരാ, എന്താ ഇത് ഗുണം? വേണമെങ്കിൽ മർക്കൂസ് കൊണ്ട് നോക്കിക്കോളി, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ ബുർദ ഇങ്ങനെ ശരിക്കും എന്ത് രസം, ഒരു ബുർദന്റെ സദസ് ഉണ്ടാക്കിക്കോളി. അങ്ങനെ താഴത്തി
നിങ്ങൾ ആഘോഷങ്ങൾക്ക് ചെലവഴിക്കപ്പെടുന്ന പണം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ചെലവഴിക്കാൻ വേണ്ടി നോക്കും. തലേ ദിവസം ആരെങ്കിലും വീട്ടിൽ കയറുന്നത് തെറ്റല്ല, ആളുകൾ ഒരുമിച്ച് കൂടുന്നത് തെറ്റല്ല, നിങ്ങൾ അന്ന് ചോറ് കൊടുക്കണമെന്ന് തെറ്റല്ല. ആകെ സംഭവിക്കുന്ന തെറ്റൊന്ന് മാത്രമേ ഉള്ളൂ. എന്താ? ഏതോ കുറെ പാട്ടുകാരെ കൊണ്ടുവന്നിട്ട് എന്തോ പാടിക്കാം, ബദൽ പാട്ട് പാടിക്കോട്ടെ, ഒരു തെറ്റില്ല. അള്ളാഹുവിന്റെ പാഴത്തിൽ ചെലവഴിക്കപ്പെടുന്ന പണമാണ്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദത് പറയാനോ മശായിഖന്മാരെ മദത് പറയാനോ വഅദ് പറയാനോ ചെലവഴിക്കപ്പെടുന്ന പണം, അല്ലെങ്കിൽ അന്ന് ഉസ്താദിനെ കൊണ്ടുപോവുക, എന്നിട്ട് വൈവാഹിക ജീവിതത്തിന്റെ നിയമങ്ങളെ കുറിച്ച് പ്രസംഗം നടത്താം. എപ്പോ തലേ ചെലവഴിക്കപ്പെടുന്ന പണം. അള്ളാഹു നമുക്ക് ശരിയായ ദിശാബോധം നൽകുമാറാവട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. എങ്ങനെ? നിക്കാഹിന്റെ വലീമത്തിൽ, വിവാഹത്തിൽ ഇത്രയാളെ വിളിക്കാവൂ എന്ന ഒരു നിയമം ശറഈലില്ല. അതിന് വലിയ പരിശുദ്ധ ദീൻ വെച്ചിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയതായ ഒരു ഖദർ ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അവരവർ വിവാഹം നടത്തുക എന്നല്ലാതെ ശറഈൽ അതിലൊരു പരിധി വെക്കാത്തത് കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ നമ്മുടെ SKSSFോ മറ്റുള്ള മതപണ്ഡിത സംഘടനകളോ ഇത്ര കാലം വരെ നിങ്ങൾ ആരും വിവാഹത്തിന് ആരെയും വിളിക്കരുത്, അല്ലെങ്കിൽ ഇത്രയാളെ വിളിക്കാവൂ എന്ന് പറയാനിരുന്നത്. നമ്മളെ പണ്ഡിതന്മാർ തീർച്ചയായിട്ടും അബ്ദുല്ലമാലത്ത് അള്ളാഹു നമ്മളെ തൊട്ടവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അവർ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ തെറ്റായ മുൻഗണനാത്തായ കാര്യങ്ങളെ കണ്ടെടുത്ത് കണിശമായി എതിർത്തിട്ടുണ്ട്. ശരിയായ രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എല്ലാവരിലും ഉൾക്കൊള്ളണം. ശറഹുൽ മുദബ്ബിലും അതേപോലെ തന്നെ തുഹ്ഫയിലും മുഗ്നിയിലും ഒരുപാട് കിതാബുകളിൽ വലീമത്തിനെ സംബന്ധിച്ചുള്ള ബഹ്സിൽ ആരും അതിന് ഹദ് നിർണയിച്ചിട്ടില്ല. അഖല്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ശാത്ത്, ഒരാട്. അതിലപ്പുറം പിന്നെ അയാളെ ഖദർ അനുസരിച്ച് വിളിച്ചോട്ടെ. എത്രത്തോളം ബഹുമാനപ്പെട്ട ഖാദി ഫുളൈൽ ബിൻ ഗിയാദ് റളിയല്ലാഹു അൻഹു അതിന് ഇജ്മാഇനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? യാതൊരു രീതിയിൽ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ സഹാബത്തോ മഹാന്മാരായ അഇമ്മത്തോ ഇത്രയാളെ വിളിക്കാവൂ എന്നൊരു പരിധി വെച്ചിട്ടില്ല എന്ന പണ്ഡിതന്മാരുടെ ഇജ്മാഇനെ ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാരെയും വിളിക്കാം. കുടുംബക്കാരെ, സഹപ്രവർത്തകരെ, അയൽവാസികളെ, പിന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ എല്ലാവരെയും വിളിച്ച് മാന്യമായി നടത്തുന്ന വിവാഹങ്ങൾ അതൊന്നും പരിധിയുടെ പുറത്തല്ല. അതൊന്നും അല്ലാഹുവിന്റെ ദീനിൽ തെറ്റായ രീതിയിൽ ചെലവഴിക്കപ്പെടുന്ന പണവുമല്ല. ആഭരണങ്ങളിലെ ഇസ്രാഫൊക്കെ പറയണ കുറെ തോനെ പറയാണ്ട്. എത്ര 200 മിസ്കാലിന്റെ പരിധിയിൽ വരുമ്പോഴേ ആഭരണത്തിലെ ഇസ്രാഫ് വരുള്ളൂ എന്നാ പറഞ്ഞു വരുന്നത്. 200 മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവുമല്ലോ? 400 പവന്റെ മുകളിലുണ്ടാവും. അതും പരിധിയിൽ കൊണ്ടുപോകുന്ന വിഷയത്തിൽ ചർച്ച വരുന്നുണ്ട്. സ്ത്രീകൾക്ക് ഹലാലായ ആഭരണങ്ങളുടെ പരിധിയും ഇവിടെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന്റെ പരിധിയും ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. വലീമത്തിന്റെ പരിധിയും ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ദിവസത്തിന്റെ പരിധിയും ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രാവശ്യം വിളിക്കാം, എത്ര ആളെ വിളിക്കാം, എത്ര ആവൃത്തി വലീമത്ത് നടത്താം എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം? ഒരാളൊരു പെണ്ണെട്ടി എന്നിട്ട് വലീമത്ത് സർക്കാർ ഒന്നും നടത്തിയില്ല, തലാഖും ചെല്ലി. അതിന് വലീമത്തുണ്ടോ? അതിന്റെ പേരിൽ വിവാഹാഘോഷം നടത്താമെന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു കാലത്തിൽ പെണ്ണെട്ടി കേട്ടോ, ഓണം തലാഖില്ലി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് തക്കാരുണ്ടായി. അതുപോലെ ചെന്താണ് സാധ്യവേശി ഞാൻ നമ്മളെ തലാഖിന്റെ പെണ്ണിന്റെ വലീമത്ത് തട്ടി വരികരണം വരണമെന്ന നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? കല്യാണത്തിനോട് കൂടി ആലോചിച്ച് നടക്കുന്ന ഒരു ആകാശമാണോ അതോ പരിശുദ്ധ രീതിയിൽ ഇതൊരു അഖീഖിനെ പോലെയുള്ള സുന്നത്താണോ എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ പരിധിയുടെ പുറത്തിറങ്ങി പരിശുദ്ധ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാതെ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ തഅരീഫാത്തുകൾ മനസ്സിലാക്കാതെ, അവർ പറഞ്ഞ നിർബന്ധങ്ങൾ മനസ്സിലാക്കാതെ ദീനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ. അതെന്താ? ചില ആളുകള് ഒരു സമ്മേളനം നടത്താൻ വേണ്ടി പോവാണെങ്കിൽ വലിയ കാറ്, വലിയ ആർഭാടം, ഒരാളൊരു വണ്ടിയിലാണ് പോയ പോലെ. പിന്നെ അതിൽ ഒരുപാട് കൊട്ടിക്കലാശങ്ങളൊക്കെ നടത്തുന്ന പരിപാടി, അതൊന്നും നല്ലതല്ല. അതേപോലെ തന്നെ ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സമ്മേളനം ഉണ്ടാവുക, നാട് മുഴുവനും അതിന്റെ കമാനങ്ങൾ.
ചിലയിടത്തൊക്കെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെ നാട് മുഴുവൻ ഫോട്ടോ. അവിടെയൊക്കെ ചിലപ്പോ പരിധി ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ദീൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ദീർഘമായി പറയല്ല, പറഞ്ഞപ്പോ സമകാലികമായ ചർച്ചയിലേക്ക് വന്നതാണ്. അതിന്റെ ഒരു ശൈലിയാണ്. കൊണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ടിട്ടില്ലെന്ന് വെച്ച് പുതിയ എന്തെങ്കിലും പറയാനുള്ളൊരു ശൈലി നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഗൗരവമുള്ള ആളുകളാണ്. എന്ത് വിഷയത്തിലും ഒരു പണ്ഡിതന്റെ തീരുമാനത്തിന് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാവൂ. നിങ്ങൾ കഴിവില്ലെങ്കിൽ പണ്ഡിതന്മാരെ കണ്ട് ഒരു വിഷയത്തിലെ ചോദ്യം ഉന്നയിക്കുകയും അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. നമ്മളുടെ ഈ മഹല്ലുകൾക്കൊപ്പുള്ളൊരു ഗുണം, കിടയറ്റൊരു പണ്ഡിത നേതൃത്വത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മഹാപണ്ഡിത വരേണ്യന്മാരുമായി ഒരു ബന്ധം നമുക്കുണ്ട്. വലിയ കിതാബ് ഓതി കൊടുത്തവരും കിതാബ് ഓതി പഠിക്കുന്നവരുമായ വലിയൊരു സമൂഹം പണ്ഡിതന്മാർ നമുക്കുണ്ട്. അവരൊക്കെ തെറ്റ് കണ്ടപ്പോഴേ ആ തെറ്റിനെ തിരുത്താൻ ശ്രമിച്ചവരാണ്. അവർ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ ശക്തി കുറവാണെങ്കിലും അവരെ പിൻപറ്റുന്നത് ദീനിനെ പിൻപറ്റലാണ്. അവരെ അടിപ്പിക്കുന്നത് ദീനിനെ അടിപ്പിക്കലാണ്. നാം നിൽക്കുന്നത് പരിശുദ്ധതയിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ മുമ്പിലാണ്. നിങ്ങളുടെ ചിന്തിക്കാശികൾ നിങ്ങൾ ചെലവഴിക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായ ഒരു കാര്യമാണ് ദീനിന് വേണ്ടി ചെലവഴിക്കുക എന്നത്, ഇൽമിന് വേണ്ടി ചെലവഴിക്കുക എന്നത്, ഇൽമിനെ നിലനിർത്താൻ വേണ്ടിയും അത് പഠിപ്പിക്കുവാൻ വേണ്ടി ചെലവഴിക്കുക എന്നത്. നിങ്ങൾ ദീനിനെ സഹായിക്കുന്നവരാണ്. ഇൽമിനെ സഹായിക്കുന്നിടത്തോളം കാലം നിങ്ങൾ കയ്യിലുള്ളതിന്റെ പരമാവധി. അവിടെയും ഇസ്രാഫുണ്ടെന്ന അവിടെ ഇസ്രാഫുണ്ടെന്ന ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന് പറഞ്ഞിട്ട് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ അർത്ഥം വെക്കുന്നുണ്ട്. എങ്ങനെ മക്കൾക്ക് യാതൊന്നും ബാക്കിയാക്കാതെ മുഴുവൻ സദഖ കൊടുക്കുന്ന ആളുകളും മുസ്ലിഫാണ്. അൽ ഇസ്റാഫു ഫി സദഖ എന്നാണ്. ഇത് ആളുകൾക്കനുസരിച്ച് മാറും. എങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു മുസ്ലിം ലോകത്തിലല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്നവർ സമ്പത്ത് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ വലിയ മർത്തബയോട് യോജിച്ചതാണ്. അതൊന്നും സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വരില്ല. കുറച്ചുകൂടി ഇപ്പുറത്ത് വന്നപ്പോ വേറൊരു സഹാബി വന്നപ്പോ നിസ്ഫ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു സഹാബി 3 കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്തിന് 3 തന്നെ വളരെ കൂടുതലാണ്, ബാക്കി സന്തതികൾക്ക് വേണ്ടി മാറ്റിവെക്കൂ എന്നും സയ്യിദുന അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയാണ് സംസാരിക്കുന്നത്. അമിതമായ ഏകാന്തതയും ഹൽവത്തുമായി ഇബാദത്ത് ചെയ്യുന്ന മഹാന്മാർ, അവരെ പ്രതിഫലത്തെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. സാധാരണക്കാർക്ക് അവരുടെയൊക്കെ ജീവിതക്രമത്തെ പിൻപറ്റുന്നിടത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഏകാന്തമായി ആരാധന ചെയ്ത് പേര് കൂടി അറിയാതെ മരണപ്പെട്ടു പോയൊരു വലിയ മനുഷ്യന്റെ അടുക്കിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഏകാന്തത ഒരാൾക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇന്നൊക്കെ നിർത്തി ഏകാന്തരാവാണെന്ന് പറഞ്ഞാല് അവരിൽ നിന്ന് താഴത്തിനേക്കാളേറെ മഅസിയത്താണ് ഉണ്ടാവുക എന്ന് മഹാന്മാരായ മശായിഖന്മാർ പറയുന്നുണ്ട്. തിരിഞ്ഞിട്ടില്ല. ഒരാളെ ഇങ്ങനെ ചിന്തിക്കാം, ഓ മഹാനവറുകൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് ചെയ്തല്ലേ, ഇനി ഞാനൊന്ന് കുറച്ചുകൂടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, എന്തെങ്കിലും സംഭവിക്കാം. നാട്ടുകാരുടെ ഇടയിലാണെങ്കിൽ ജമാഅത്തിനും മലയിൽ കിട്ടിയിട്ടുണ്ടാവും, ജുമയെങ്കിലും ബലമായിട്ടുണ്ടാവില്ല. ഇവർ ഏകാന്തവാസം തുടങ്ങിയാല് അവരിൽ നിന്ന് ശരിയേക്കാളേറെ തെറ്റായ നീക്കം ഉണ്ടാവുക എന്ന് മഹാന്മാരായ ശൈഖന്മാർ പറയുന്നുണ്ട്. ഏകാന്തവാസത്തിലും ഒരു ശൈഖ് നിശ്ചയിക്കണം മുരീദിനെ. ഒറ്റക്കാണ്ട് ഏകാന്തവാസം തുടങ്ങിയാലേ അത് കുമ്പളങ്ങയാവും. ഇതിനൊക്കെ ഒരു ഉസൂലുണ്ട്. അല്ലാഹു ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ നമുക്ക്